ഇപ്പോൾ വലിയ നിലയിൽ ഒരു ഭരണഘടനാ അട്ടിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ പത്രത്തിലുണ്ട്, പാത്രത്തിലില്ല എന്നുള്ളൊരവസ്ഥ ആണ് ഇപ്പോൾ കേട്ടപ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ ഫണ്ട് ദുർവിനിയോഗം അല്ലെങ്കിൽ ഈ വകമാറ്റി ചെലവഴിക്കൽ, വെട്ടിക്കുറയ്ക്കൽ, ഇതൊക്കെ തടയുന്നതിനായിട്ട് ഇപ്പോൾ തെലങ്കാന പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഈ ഫണ്ട് വിനിയോഗം 100% ഉറപ്പുവരുത്താനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ കേരളത്തിലൊരു നിയമനിർമ്മാണം കൊണ്ട് ഇത് തടയാൻ സാധിക്കുമെന്ന് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ആ റിപ്പോർട്ടിനകത്ത് അത് കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് പരിഹരിക്കണമെങ്കിൽ ഇതിനൊരു ഒരു നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നാലാണ് ഇതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് കാസ്റ്റ് അട്രോസിറ്റി ഭീകരമായി നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഓരോ അരമണിക്കൂർ ഓരോ ദലിത് പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. ഓരോ വർഷം പിന്നെ എന്താ പറയുക, ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ രേഖപ്പെടുത്തുന്ന ക്രൈം റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, രേഖപ്പെടുത്തുന്നത് മാത്രം. അപ്പം അതിന് നമുക്ക് എങ്ങനെയാണ് ഒരു വലിയ പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടും സാമൂഹ്യമായൊരു അവബോധം വളർത്തിയെടുത്തുകൊണ്ടാണ്. രണ്ടാമത്, ഇന്ത്യയിൽ പുതിയൊരു നിയമം വന്നു, SC/ST അട്രോസിറ്റി പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിലൂടെ നമുക്ക് വലിയൊരു രീതിയിൽ ഈ അട്രോസിറ്റി നടത്തുന്ന ആളുകളെ ശിക്ഷിക്കാൻ പരുവത്തിലുള്ള ഒരു നിയമനിർമ്മാണം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള ആക്രമണം തോത് കുറയുന്നു എന്നുള്ളതല്ല, മറിച്ച് ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കോടതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടും ജനാധിപത്യപരമായിട്ടും നിയമപരമായിട്ടും നമുക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്കവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആക്രമണം കുറയുന്നില്ല, കാര്യം അത് സാമൂഹ്യമായി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമായി, ജാതി വ്യവസ്ഥയുടെ ഭാഗമായി, ജാതീയമായിട്ടുള്ള അതിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അതുണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ആ നിയമത്തിലൂടെ കിട്ടി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് ഇത്തരത്തിൽ ലാപ്സ് ആവാതിരിക്കണമെങ്കിൽ, വകമാറ്റി ചെലവഴിക്കാതിരിക്കണമെങ്കിൽ, പ്രോപ്പറായി വിനിയോഗിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, SC/ST അട്രോസിറ്റി ആക്ടിന്റെ മാതൃകയിൽ ഒരു പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ദുരുപയോഗം തടയൽ നിയമം നമ്മൾ കേരളത്തിൽ പാസ്സാക്കി എടുക്കേണ്ടത്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പം മുരളിമാഷ് സൂചിപ്പിച്ചതുപോലെ തെലങ്കാനയിൽ ഇതുണ്ട്. ഏറ്റവും നല്ലൊരു നിയമം ഉള്ളത് കർണാടകയിലാണ്. നമുക്ക് കർണാടകയിൽ 2013 ആ ഒരു നിയമം പാസ്സാക്കുന്നത്. ആ നിയമത്തിന്റെ മാതൃകയിൽ അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് വകയിരുത്തുന്ന ഫണ്ട് പ്രോപ്പറായി ചെലവഴിക്കുന്നു എന്ന് നോക്കുന്നതിനും മോണിറ്റർ ചെയ്യാനും, അതേപോലെ തന്നെ ബോധപൂർവം ഈ ഫണ്ട് ലാപ്സാക്കുകയും വകമാറ്റി ചെലവഴിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിയമപരമായി ചോദ്യം ചെയ്യാനായിട്ടുള്ളൊരു നിയമം വന്നാൽ ഇതിന് വലിയ മാറ്റം ഉണ്ടാവും. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ഫ്യൂഡലിസം നിൽക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ. ഇപ്പം നമുക്കറിയാം, ഈ നമ്മുടെ ഒരു പയ്യന് വിനീഷ് ഇംഗ്ലണ്ടിൽ പഠിക്കാനായിട്ട് പോയ സമയത്ത്, അവൻ അതിൻ്റെ ഫെലോഷിപ്പിനായിട്ട് സെക്രട്ടേറിയറ്റിൽ ചെല്ലുന്ന സമയത്ത് അവനോട് സെക്രട്ടറി ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുന്നത്, നീ ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ, SC/ST കുട്ടികൾ ഗ്രാൻഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ വിളിക്കുന്ന സമയത്ത്, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സർക്കാർ തരുന്ന പൈസയല്ലേ, നിങ്ങൾക്ക് സർക്കാർ ഔദാര്യം പോലെ തരുന്ന പൈസയല്ലേ, അതെപ്പോഴെങ്കിലും കിട്ടും എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, ഭരണഘടനാപരമായി SC/ST വിഭാഗങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഈ ഭരണഘടനാ അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ക്യാഷ് അല്ലെങ്കിൽ ഈ തുക, അവരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയ തുക ഇവരുടെ ഔദാര്യമാണെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നിരുന്നാലും ഞങ്ങളെ ആദ്യം ചോദ്യം ചെയ്യില്ല, ഞങ്ങൾ ഫണ്ട് ലാപ്സാക്കിയാൽ നമ്മളാരും ചോദ്യം ചെയ്തില്ല, വകമാറ്റി ചെലവഴിച്ചാൽ നമ്മളാരും ചോദ്യം ചെയ്യില്ല. അതായത് ഈ വകമാറ്റി ചെലവഴിക്കുകയും ഫണ്ട് ലാപ്സാക്കുകയും ബോധപൂർവമായിട്ട് ഇത്തരം അട്ടിമറികൾ നടത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിയമത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ മുന്നിൽ ഇന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ഫണ്ട് ഇത്രമേൽ അട്ടിമറി നടത്താനായിട്ടുള്ള വലിയൊരു, എന്താ പറയുക, ഒരു ശക്തി പകരുന്നൊരു കാര്യം.